ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ബൈബിൾ സ്റ്റഡിയിൽ നമ്മുടെ വിഷയം കൃപയുടെ സുവിശേഷവും നിത്യ സുരക്ഷിതത്വത്തിൻ്റെ സുവിശേഷവും. കൃപയുടെ സുവിശേഷവും ഒരു വിശ്വാസിയുടെ രക്ഷാഭദ്രതയെ കുറിച്ചുള്ളതാണ്. എൻ്റെ പേര് സാം ഫിലിപ്പ്. നമുക്ക് ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം ദ ഡെഫിനിഷൻ ഓഫ് ഗ്രേസ്, കൃപയുടെ നിർവചനം, കൃപയുടെ സുവിശേഷത്തിൻ്റെ പ്രസ്താവന, ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ ഗോസ്പൽ ഓഫ് ഗ്രേസ്. കൃപയുടെയും പ്രവൃത്തിയുടെയും സവിശേഷതകളെ കുറിച്ച് നമുക്ക് അല്പനേരം സംസാരിക്കാം. പിന്നെ പ്രത്യേകിച്ച് രണ്ട് സാധാരണമായി കാണപ്പെടുന്ന ഉപദേശ പിശകുകളെ കുറിച്ചും നിത്യജീവന്റെ ഉറപ്പ്, നിത്യ രക്ഷയുടെ ഉറപ്പിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. പിന്നീട് രക്ഷയുമായി ബന്ധപ്പെട്ട ചില പ്രധാന പദങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് രക്ഷയെക്കുറിച്ച്, കൃപയെക്കുറിച്ച് പലർ ചിന്തിച്ചിരിക്കുന്ന കൃപയെന്ന് വെച്ചാൽ പാപം ചെയ്യാനുള്ള ലൈസൻസ് ആണ് എന്നൊക്കെയാണ് കരുതിയിരിക്കുന്നത്. പക്ഷെ അങ്ങനല്ല. പാപം ചെയ്യാൻ വേണ്ടി ആർക്കും ഒരു ലൈസൻസിന്റെ ആവശ്യമില്ല. റൈറ്റ്? കൃപ എന്ന് വെച്ചാൽ നമുക്ക് അർഹിക്കാത്ത ഒരു ദൈവത്തിൻ്റെ ദാനമാണ് കൃപ. നമ്മുടെ പ്രവൃത്തി കൊണ്ടോ നമ്മുടെ ത്യാഗപൂർവമുള്ള ജീവിതം കൊണ്ടോ അത് ജ്ഞാനമാർഗത്തോടോ കൊണ്ട് നമുക്ക് നേടാൻ കഴിയാത്ത ദൈവികമായ ചില ദാനങ്ങളെ ദൈവം നമുക്ക് സൗജന്യമായി നൽകുന്നതാണ് കൃപ. ഇറ്റ്സ് എ വെർച്യു കമ്മിങ് ഫ്രം ഗാഡ്, എ സ്റ്റേറ്റ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ എൻജോയ്ഡ് ത്രൂ ഡിവൈൻ അസിസ്റ്റൻസ്. ഇതൊക്കെയാണ് ചില ഡെഫിനിഷൻസ്. an unmerited divine assistance given to human for their regeneration or sanctification. Unmerited, അതായത് അർഹിക്കാത്ത നന്മകൾ, അതാണ് കൃപ എന്ന് പറഞ്ഞത്. അല്ലാതെ കൃപ എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല. കൃപയെക്കുറിച്ച് ബൈബിളിൽ തന്നെ അനേക ഇടങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ജെയിൻ ഡാർബി 1900s ജെയിൻ ഡാർബിയും സ്കോഫീൽഡും CI സ്കോഫീൽഡും കൂടെ രൂപീകരിച്ച ഒരു കോൺസെപ്റ്റ് അല്ല ഈ കൃപയുടെ രക്ഷയുടെ കൃപ എന്നുള്ള വിഷയം. നമുക്കന്ന് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ ഗോസ്പൽ ഓഫ് ഗ്രേസ്, കൃപയുടെ സുവിശേഷത്തിന്റെ പ്രസ്താവന നമുക്കത് കാണാൻ കഴിയും. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 3-ാമത്തെ വാക്യം തൊട്ട് 4-ാമത്തെ വാക്യം വരെ, പിന്നെ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങൾ നമുക്കത് മലയാളത്തിൽ വായിച്ച് കേൾക്കാം. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു, തിരുവഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവർത്തികളും കാരണമല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കും, കൃപയുടെ യുഗം കർത്താവായ യേശു ക്രിസ്തു ആരംഭിക്കുന്നത് പൗലോസ് അപ്പോസ്തലനെ വിളിച്ച് വേർതിരിച്ച, പൗലോസ് അപ്പോസ്തലന് പ്രത്യേകമായി വെളിപ്പെടുത്തി കൊടുക്കുന്ന മർമ്മങ്ങളുടെ ഒരു ഭാഗമായിട്ടാണ്. അപ്പൊ ഈ കൃപായുഗം പൗലോസ് അപ്പോസ്തലനിൽ നിന്ന് ആരംഭിച്ചിട്ട് ഈ കൃപായുഗത്തിലെ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ റാപ്ചർ അല്ല, അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രഹസ്യ വരവെങ്കിൽ നാം എല്ലാവരും രൂപാന്തരപ്പെട്ട് സ്വർഗമണ്ഡലങ്ങളിൽ എടുക്കപ്പെടുന്ന ആ ഒരു സമയം കൊണ്ട് അത് അവസാനിക്കുകയാണ് ഈ കൃപായുഗം. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാം കൃപയുടെ സവിശേഷതകൾ, അതായത് ദ ഫീച്ചേഴ്സ് ഓഫ് ഗ്രേസ്. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടോ ത്യാഗപൂർണമായ ജീവിതം കൊണ്ടോ നമ്മുടെ പ്രകടനങ്ങൾ കൊണ്ട്, അതായത് നമ്മുടെ പെർഫോമൻസ് കൊണ്ട് നമുക്കത് നേടാൻ കഴിയാത്തതാണ് കൃപ. നമുക്കത് അർഹിക്കാത്തൊരു കാര്യമാണ്.
കർത്താവ് നമുക്ക് എന്തുവേലും ദാനമായിട്ട് നൽകുമ്പോൾ അതൊരു ഇറവോക്കബിളാണ്. അതായത് കർത്താവ് അതിനെക്കുറിച്ച് അനുദപിക്കുന്നില്ല. കർത്താവ് നമുക്കൊരു ദാനം തൻ്റെ കൃപയാൽ നൽകുമ്പോൾ ദൈവം പിന്നീട് അയ്യോ അതവന് കൊടുക്കേണ്ടിയില്ലായിരുന്നു, അത് ഞാൻ തിരിച്ചെടുക്കട്ടെ എന്ന് കർത്താവ് മനസ്സ് മാറ്റുന്നില്ല. അടുത്തതായിട്ട് പ്രവൃത്തികളുടെ സവിശേഷതകളെ കുറിച്ച് നോക്കിയാൽ അതൊരു വ്യക്തിയുടെ പ്രകടനമനുസരിച്ചിരിക്കും. അത് നല്ല പ്രകടനമാണെങ്കിൽ നല്ല പ്രതിഫലം ലഭിക്കും. അഥവാ പ്രകടനം ശരിയല്ലെങ്കിൽ പ്രതിഫലങ്ങൾക്ക് കുറവും നഷ്ടവും ഉണ്ടാകാം. അതൊരു ദാനമല്ല, അത് നമ്മൾ അർഹിക്കുന്ന ഒരു ശമ്പളമോ കൂലിയോ ആണ്. It is revocable, may vary based on the quality of works and continued performance. ഒരു വ്യക്തിയുടെ പ്രവർത്തനം ശരിയായ നല്ല നിലവാരത്തിലല്ല എങ്കിൽ പ്രതിഫലങ്ങൾക്ക് കുറവ് വരാനും നഷ്ടം വരാനും സാധ്യതയുണ്ട്. അതാണ് പ്രവൃത്തിയുടെ സവിശേഷതകൾ. എന്നാൽ കൃപ അങ്ങനല്ല എന്ന് നമുക്ക് തിരുവചനത്തിൽ കൂടി കാണാൻ കഴിയും. തിരുവചനമൊക്കെ അനേക ഇടങ്ങളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും രക്ഷിക്കപ്പെടുക ഇങ്ങനത്തെ വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാ ഇടങ്ങളിലും രക്ഷ എന്നുള്ള വാക്ക് നിത്യജീവനെ കുറിച്ച്, അതായത് പാപത്തിൽ നിന്നുള്ള രക്ഷ, നിത്യജീവനിലേക്കുള്ള രക്ഷയെക്കുറിച്ചല്ല അത് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉദാഹരണത്തിന് പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ കർമ്മിണികളോ ദൈവത്തെ ഭയപ്പെട്ടു മിസ്രയീം രാജാവ് തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്യാതെ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിച്ചു എന്നിവിടെ പറയുമ്പോൾ ഇത് കുട്ടികളെ മരണത്തിൽ നിന്ന് രക്ഷിച്ച കാര്യമാണ്, അല്ലാതെ നിത്യജീവൻ അല്ല. അടുത്ത ഭാഗം യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 25-ാം വാക്യം. എരീഹോവിനെ ഉറ്റുനോക്കുവാൻ അയച്ച ദൂതന്മാരെ രാഹാബ് എന്ന വേശ്യയെ ഒളിപ്പിച്ചത് കൊണ്ട് യോശുവ അവളെയും അവളുടെ പിതൃഭവനത്തെയും അവൾക്കുള്ള സകലത്തെയും ജീവനോടെ രക്ഷിച്ചു. അവൾ ഇന്നുവരെയും ഇസ്രായേലിൽ പാർക്കുന്നു. അപ്പൊ ഈ വാക്യം ഇവിടെയും രക്ഷിച്ചു എന്ന് പറയുമ്പോൾ മരണത്തിൽ നിന്ന് ഉള്ള രക്ഷയാണ്, നിത്യജീവനിലേക്കുള്ള രക്ഷയല്ല. നമുക്ക് അടുത്ത വാക്യം വായിക്കാം. 1 ശമൂവേൽ 2-ാം അധ്യായം 1-ാം വാക്യം. അനന്തരം ഹന്ന പ്രാർത്ഥിച്ച് പറഞ്ഞതെന്തെന്നാൽ, എന്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു, എന്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു, എന്റെ വായ് ശത്രുക്കളുടെ നേരെ വിശാലമാകുന്നു, നിന്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇവിടെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെയും സാൽവേഷൻ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നെങ്കിലും ഇതും നിത്യജീവനിലേക്കുള്ള രക്ഷയല്ല, മറിച്ച് അപമാനത്തിൽ നിന്ന് ഉള്ള രക്ഷ, നിന്നയിൽ നിന്നുള്ള രക്ഷയെക്കുറിച്ചാണ്. നമുക്ക് സങ്കീർത്തനം 18-ാമത്തെ വാക്യം. സ്തുത്യനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. എന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്നുള്ള രക്ഷയെക്കുറിച്ചാണ് ഇവിടെ രക്ഷ എന്നുള്ള വാക്ക് പറയുന്നത്. നമുക്കിനിയും ഈ ഒരു വാക്യം നമുക്കൊന്ന് ശ്രദ്ധിച്ചു വായിക്കാം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 1 തൊട്ട് 2 വരെയുള്ള വാക്യം. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. അപ്പൊ ഈ വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇവിടെ രക്ഷയുടെ വാക്ക്, രക്ഷ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് പലരും പലപ്പോഴും പറയാറുണ്ട്, കണ്ടില്ലേ സുവിശേഷം, പൗലോസ് അപ്പോസ്തലൻ നൽകിയ സുവിശേഷം ഓർത്തിരുന്നില്ലെങ്കിൽ നമ്മുടെ രക്ഷ നഷ്ടപ്പെട്ടു പോകും, വിശ്വാസം വൃഥാവായി പോകും എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ പ്രവൃത്തിയുടെ വേണം, അതായത് ഓർത്തിരിക്കുകയും വേണം എന്നുള്ളൊരു കാര്യം സ്ഥാപിക്കാൻ വേണ്ടി പലരും ഉപയോഗിക്കുന്ന ഒരു വാക്യമാണിത്. എന്നാൽ 1 കൊരിന്ത്യർ 15-ാം അധ്യായം പൗലോസ് അപ്പോസ്തലൻ ത്രൂ ഔട്ട് 1 കൊരിന്ത്യരിലെ എല്ലാ അധ്യായം ഓരോ ദുർവിദേശങ്ങളെ
ഖണ്ഡനം ചെയ്താണ് പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നത്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ ഒരു ദുരുപദേശം അവരുടെ ഇടയിലുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇവരെല്ലാവരും വിശ്വസിച്ചു യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന് എല്ലാവരും വിശ്വസിച്ചു. അതാണ് ഈ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. അവരത് സ്വീകരിക്കുകയും ചെയ്തു, അതിൽ നിലനിൽക്കുന്നു. എന്നാൽ ദുരുപദേശം എന്താണെന്ന് വെച്ചാൽ, ഈ കൊരിന്ത്യരിലെ സഭയിൽ ഒരു കൂട്ടം ജനം ഇങ്ങനെ പറയുന്നുണ്ട്, യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിന്റെ കാരണം യേശുക്രിസ്തു ദൈവം കൂടിയായിരുന്നത് കൊണ്ടാണ്. പക്ഷേ നമ്മൾ വെറും മനുഷ്യരാണ്, നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പില്ല എന്നുള്ളൊരു ദുരുപദേശം. അപ്പോൾ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുക, ഞാൻ ഇന്ന വിധം നിങ്ങളോട് പ്രസംഗിച്ചു, ഇങ്ങനെ നിങ്ങളോട് പഠിപ്പിച്ചു എന്ന് നിങ്ങൾ ഓർത്തുകൊണ്ടാൽ നിങ്ങൾ ആ ദുരുപദേശത്തിൽ നിന്ന് രക്ഷപ്പെടും എന്നുള്ള കാര്യമാണ് 1 കൊരിന്ത്യർ 15 1-2 വാക്യത്തിൽ പറഞ്ഞു. അതായത് അവരുടെ അവരുടെ കൂട്ടായ്മയിൽ ചിലർ പറഞ്ഞു നടക്കുന്നത് പോലുള്ള ഒരു ദുരുപദേശത്തിൽ നിന്നുള്ള രക്ഷയെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ എങ്ങനെ പഠിപ്പിച്ചോ ആ കാര്യം ഓർത്തിരിക്കുന്നിടത്തോളം കാലം ആ വിശ്വാസികൾ ആ ദുരുപദേശത്തിൽ പെട്ടുപോകുകയില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റോമർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 6-ാം വാക്യം നമ്മൾ വായിക്കാം. കൃപയാൽ എങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപ കൃപയല്ല. അപ്പോൾ ഇവിടെ പറയുകയാണ് പൗലോസ് അപ്പോസ്തലൻ റോമർക്കെഴുതിയ ലേഖനം 11-ാമത്തെ വാക്യത്തിൽ പറയുവാണ്, സാൽവേഷൻ cannot be a combination of both works and grace. അതിനെക്കുറിച്ച് ഇംഗ്ലീഷ് ബൈബിൾ KJV ഇച്ചിരൂടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിങ്ങനെയാണ്, ആൻഡ് ഇഫ് ബൈ ഗ്രേസ് then is it no more of works, otherwise grace is no more grace, but if it be of works then is it no more grace, otherwise work is no more works. വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, കൃപായുഗത്തിൽ ഉള്ള രക്ഷയുടെ സുവിശേഷത്തിൽ പ്രവൃത്തിക്ക് ഒരു പങ്കുമില്ല. ഒരു വ്യക്തിയുടെ രക്ഷയ്ക്ക് പ്രവൃത്തിക്ക് ഒരു പങ്കുമില്ല. ഒരു വ്യക്തിയുടെ രക്ഷയുടെ അടയാളമല്ല നല്ല പ്രവൃത്തികൾ. കാരണം നല്ല പ്രവൃത്തി ചെയ്യുന്ന അനേക അക്രൈസ്തവരുമുണ്ട്, നിരീശ്വരവാദികളുമുണ്ട്, എല്ലാവരുമുണ്ട്. പക്ഷെ ആരും നമുക്ക് അവരുടെ പ്രവൃത്തികൾ കൊണ്ട് ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടവനാണോ അല്ലയോ എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. റോമർക്കെഴുതിയ ലേഖനം 11-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. എഫേസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 8-ഉം 9-ഉം ഇങ്ങനെയാണ് പറയുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ എല്ലാവരും കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരു വിഷയത്തിൽ പോലും പ്രശംസിക്കാൻ വക കാണുകയില്ല കേട്ടോ. നമ്മൾ അവിടെ ചെല്ലുന്നത് കൃപയാലത്രേ, ദൈവത്തിന്റെ ദാനമായ രക്ഷയിൽ അത്രേ, നമ്മുടെ വിശ്വാസത്താൽ അത്രേ. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് മുൻപോട്ട് പോകാം. രക്ഷയും പ്രവൃത്തിയും സംബന്ധിച്ച് 2 സാധാരണമായി കാണുന്ന ദുരുപദേശങ്ങളുണ്ട്. ഒന്ന് പെലേജിനിസം, ദ എറർ ഓഫ് പെലേജിനിസം. രണ്ടാമത്തെ ദ ഗലേഷ്യൻ എറർ. ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ദ എറർ ഓഫ് പെലേജിനിസം, പെലേജിനിസത്തിന്റെ ദുരുപദേശം അല്ലെങ്കിൽ തെറ്റായ ഉപദേശം എന്താണെന്ന് വെച്ചാൽ, പെലേജിയസ് ഒരു ബ്രിട്ടീഷ് മോങ്ക് ആയിരുന്നു. ഇങ്ങനെ പഠിപ്പിച്ചത്, ആദാമിന്റെ പാപം ആദാമിൽ തന്നെ അത് തീർന്നു, അത് മാനവജാതിയിലേക്ക് പകർന്നിട്ടില്ല. സോ ഹി ഡിനൈഡ് ദ കോൺസെപ്റ്റ് ഓഫ് ഒറിജിനൽ സിൻ and believed that humans are born with the capacity to choose good or evil. അങ്ങനെ വിശ്വസിച്ചതും പഠിപ്പിച്ചതുമായ കാര്യമാണ്, മാനവരെല്ലാവരും ജനിച്ചത് നല്ലതും തിന്മയും തിരഞ്ഞെടുക്കാൻ ഉള്ള ഒരു കഴിവ് എല്ലാവർക്കുമുണ്ട്. അങ്ങനെ മനുഷ്യർ നല്ലത് തന്നെ തിരഞ്ഞെടുത്ത് സ്വന്തം പ്രവൃത്തിയോട് കൂടെ ദൈവത്തിൻ്റെ ഒരു സഹായം കൂടാതെ
രക്ഷ പ്രാപിക്കാൻ കഴിയും എന്ന് ഉള്ളൊരു കോൺസെപ്റ്റാ പെലേജിനിസം. അതായത് ഒരു വ്യക്തി നല്ലത് തന്നെ തിരഞ്ഞെടുത്ത്, നന്മയും തിന്മയും കൊണ്ട് തിരിച്ചറിഞ്ഞ് നല്ലത് തിരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ കൃപ കൂടാതെ, ദൈവത്തിൻ്റെ സഹായം കൂടാതെ നമുക്ക് പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ രക്ഷ പ്രാപിക്കാൻ കഴിയും എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. അതായത് കർത്താവിൻ്റെ കൃപ വേണ്ട, കൃപയെ പൂർണ്ണമായി തിരസ്കരിക്കുന്ന ഒരു ഉപദേശമാണ് പെലേജിനിസം. അടുത്തത് ദ ഗലേഷ്യൻ എറർ. ദ ഗലേഷ്യൻ എറർ ഗലാത്യ സഭയിൽ വളരെ കോമൺ ആയിട്ട്, സാധാരണയായിട്ട് കണ്ടുവന്നത് ആ ദുരുപദേശത്തിനെ ഖണ്ഡിച്ചുകൊണ്ടാണ് ഗലാത്യർക്കെഴുതിയ ലേഖനം പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, അവരെല്ലാവരും വിശ്വസിക്കുന്നത് അതേ മനുഷ്യൻ വിശ്വാസത്താൽ കർത്താവിൻ്റെ കൃപയാൽ അത്രേ രക്ഷിക്കപ്പെടുന്നത്. പക്ഷേ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ആ രക്ഷ സുരക്ഷിതമാക്കി വെക്കുന്നത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലാണ് എന്ന്. ഇത് അപ്പോസ്തല പ്രവൃത്തി 15-16 അധ്യായം ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. ഈ ഒരു ദുരുപദേശത്തിന് എതിരെയാണ് പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്കെഴുതിയ ലേഖനം എഴുതുന്നത്. നമുക്ക് ഗലാത്യർ 3-1 വാക്യം തൊട്ട് 3 വരെ ഒന്ന് വായിക്കാം. ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആര്? ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ? നിങ്ങൾ ഇത്ര ബുദ്ധികെട്ടവരോ? ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്? ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചുവോ? കണ്ടു, ഈ ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ വർക്ക്സ് ഓഫ് ലോ ആൻഡ് മെയ്ഡ് പെർഫെക്റ്റ് ബൈ ഫ്ലഷ്, ഈ രണ്ട് വർക്ക്സ് ഓഫ് ലോവിനെ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ജഡ ആണ് ഉപമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആത്മാവിൽ ആരംഭിച്ചിട്ട് നിങ്ങളിപ്പോൾ ജഡത്തിലാണോ പെർഫെക്റ്റ് ആകാൻ നോക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അടുത്ത വാക്യം നമുക്ക് വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം 5-6 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുക, കൃപായുഗത്തിലെ ബോഡി ഓഫ് ക്രൈസ്റ്റ് സഭയുടെ അംഗങ്ങൾ ആരും ന്യായപ്രമാണത്തിന് കീഴിലല്ല. ഇവിടെ ന്യായപ്രമാണത്തെ ജഡം എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് വായിക്കാം. നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മളുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു. ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം ജഡത്തിൽ ആയിരുന്നപ്പോൾ എന്ന് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ മരിച്ച് ആത്മാവായിരിക്കുന്ന സമയത്താണോ ഇത് എഴുതിയത്? അല്ല. ജഡത്തിലായിരുന്നപ്പോൾ എന്ന് പറയുമ്പോൾ നാം ന്യായപ്രമാണത്തിന് അധീനരായിരുന്നപ്പോൾ എന്നുള്ള അർത്ഥത്തിലാണ് ഇരിക്കുന്നത്. എന്നിട്ട് അവസാനിപ്പിക്കുന്ന എങ്ങനെ? നാം അതിൽ നിന്ന് ഒഴിവ് പ്രാപിച്ചിരിക്കുന്നവരാ. വി ആർ സേവ്ഡ് ഫ്രം ദ ബോണ്ടേജ് ഓഫ് ലോ. ന്യായപ്രമാണത്തിനൊരു ബന്ധനമുണ്ട്. ആ ബന്ധനത്തിന് കീഴിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചിരിക്കുക. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ പറയാം, നായ്ക്കളെ സൂക്ഷിപ്പീൻ. ആരെയാണ് ഈ നായ്ക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത്? തിരിച്ച് എന്തവർ വിട്ടിട്ട് വന്നോ വിട്ടതിലേക്ക് മടങ്ങിപ്പോകുന്ന ആ സ്വഭാവത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞത്. ന്യായപ്രമാണത്തിലേക്ക് തിരികെ പോകുന്നവരെ കുറിച്ചാണ് അവിടെ പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വാക്യം വളരെ ശ്രദ്ധിച്ച് വായിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത വൻ കാര്യങ്ങളെ നമുക്ക് ഓർക്കാനിടയാകും. അപ്പോൾ നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരും, ഒരു വിശ്വാസി കൃപയുടെ യുഗത്തിൽ എങ്ങനെ ജീവിക്കണം? നാം വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടു, കൃപയാൽ രക്ഷിക്കപ്പെട്ടു. ഇനി നമ്മൾ എങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതം മുന്നോട്ട് നയിക്കണം എന്നുള്ള കാര്യം കൊലോസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 6-9 വരെയുള്ള വാക്യം നമുക്ക് വായിക്കാം. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ.
അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പിൻ. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്കൊത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമുള്ളതല്ല. അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. Praise the Lord. Hallelujah. അതിന്റെ 10ാമത്തെ വാക്യത്തിൽ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ആൻഡ് യു ആർ കംപ്ലീറ്റ് ഇൻ ഹിം. നിങ്ങൾ ക്രിസ്തുവിൽ പൂർണ്ണരാണെന്ന്. Praise the Lord. Hallelujah. അപ്പോൾ നമ്മൾ എങ്ങനെ ക്രിസ്തീയ ജീവിതം നയിക്കണം? എങ്ങനെ നാം ക്രിസ്തുവിനെ സ്വീകരിച്ചോ? വിശ്വാസത്താലാണ് സ്വീകരിച്ചത്, ഇല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ മുൻപോട്ടും വിശ്വാസം കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് ഓരോ ദിവസവും ജീവിക്കണം. വേരൂന്നി വളർന്ന് established in faith. ഈ KJVയിൽ, കിങ് ജെയിംസ് ബൈബിളിൽ 2 വാക്ക് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. ഒന്ന് എസ്റ്റാബ്ലിഷ്, ESTABLISHED, എസ്റ്റാബ്ലിഷ്ഡ്, ഇ ഉണ്ട് അതിന്. മറ്റേത് സ്റ്റാബ്ലിഷ്, ഇ ഇല്ല. അപ്പൊ ഈ ഉള്ള എസ്റ്റാബ്ലിഷ് എന്നുള്ള വാക്ക് എന്ന് പറയാൻ ആദ്യമായിട്ട് ഒരാൾ ഒരു അടിസ്ഥാനം ഇടുന്നത്. സ്റ്റാബ്ലിഷ് എന്ന് പറഞ്ഞാൽ ആ ഇട്ട അടിസ്ഥാനത്തിന്മേൽ പണിതു വരണം, കേട്ടോ. അപ്പോൾ കൃപായുഗത്തിൽ കൃപയുടെ മർമ്മങ്ങളും ഉപദേശങ്ങളും ഒക്കെ പൗലോസ് അപ്പോസ്തലനിൽ കൂടിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതാണ് പൗലോസ് പറയുന്നത്, ഞാനൊരു അടിസ്ഥാനം ഇട്ടിരിക്കുന്നു, അത് ക്രിസ്തു അത്രേ, ആ അടിസ്ഥാനത്തിന്മേൽ പണിയണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ന്യൂ ടെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ during the dispensation of grace, a believer should be built upon the foundation that Paul the apostle has laid, which is Christ. By faith alone, grace alone, Christ alone. നമുക്ക് മുൻപോട്ട് പോകാം. അപ്പോൾ എന്താണ് ഈ രക്ഷാഭദ്രതയുടെ അടിസ്ഥാനം? എന്താണ്? വാട്ട്സ് ദ ഫൗണ്ടേഷൻ ഓഫ് എറ്റേണൽ സെക്യൂരിറ്റി? Eternal security of believer is based on what God has done for us. നമ്മുടെ നിത്യജീവന്റെ സുരക്ഷത നമ്മൾ എന്ത് ചെയ്തു എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു വിശ്വാസി, രക്ഷിക്കപ്പെട്ട വിശ്വാസിയുടെ നിത്യജീവന്റെ സുരക്ഷതയ്ക്ക് ത്രിയേക ദൈവത്തിന് പങ്കുണ്ട്. കൊലോസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 12 തൊട്ട് 14 വരെയുള്ള വാക്യം നാം വായിക്കുമ്പോൾ, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പ് ഉണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ രക്ഷയുടെ സുവിശേഷം കേട്ട മാത്രമേ പിതാവ് എന്ത് ചെയ്തു? നമ്മെ ആദാമിൽ നിന്ന് എടുത്ത തൻ്റെ പ്രിയ പുത്രൻ യേശു ക്രിസ്തുവിന്റെ വെളിച്ചത്തിന്റെ രാജ്യത്തിൽ നമ്മെ ആക്കി. ഹല്ലേലൂയ. ഇതിനാണ് പറയുന്നത് വേർപാട്. സാങ്ക്ടിഫിക്കേഷൻ എന്നാണ് വേർപാടിന്റെ അർത്ഥം. ഓക്കെ, സാങ്ക്ടിഫിക്കേഷൻ, സെപ്പറേഷൻ, നമ്മളെ ആദാമിൽ നിന്ന് മാറ്റി തൻ്റെ പുത്രനിലാക്കി. പ്രൈസ് ദി ലോർഡ്. ഇനി റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം നമുക്ക് വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന പുത്രനായന്റെ രക്തത്താൽ ഉള്ള വീണ്ടെടുപ്പ്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിന്റെ റോൾ എന്താണ്? ഒരു വിശ്വാസിയുടെ നിത്യജീവന്റെ ഉറപ്പിന് വേണ്ടി എന്താ? യേശു ക്രിസ്തുവിന്റെ രക്തം. പ്രൊപ്പീഷിയേഷൻ എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫാക്ടറി പേയ്മെന്റ്. സാറ്റിസ്ഫാക്ടറി പേയ്മെന്റ്. അടുത്തത് പരിശുദ്ധാത്മാവിന്റെ റോൾ എന്തുവാണ്? എഫേസ്യർക്ക് ലേഖനം 1-ാം അധ്യായം 12 തൊട്ട് 14 വരെയുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്,
നമ്മുടെ രക്ഷയുടെ വചനം കേൾക്കുന്ന മാത്രയിലെ പരിശുദ്ധാത്മാവെന്ന ദാനം നമ്മുടെ ഹൃദയത്തിൽ നൽകി, പരിശുദ്ധാത്മാവിൻ്റെ ഒരു അച്ചാരമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നൽകി പരിശുദ്ധാത്മാവ് മുദ്രയിട്ടിരിക്കുകയാണ്. നമുക്കൊന്ന് വായിക്കാം. ക്രിസ്തുവിൽ ആശ വെച്ചവരായ ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന് തന്നെ അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഈ മുദ്ര എന്ന് വരെ ഉണ്ടെന്നറിയാമോ? നമുക്ക് മുൻപോട്ടുള്ള സ്ലൈഡിൽ വായിക്കാം. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നാൾ വരെയും ഈ പരിശുദ്ധാത്മാവിന്റെ മുദ്ര ഒരു വിശ്വാസിയുടെ മേളിലുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. നമുക്ക് മുൻപോട്ട് വായിക്കാം. രക്ഷിക്കപ്പെട്ടവരുടെ നിത്യ രക്ഷയുടെ അടിസ്ഥാനം, ഇതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ വായിച്ച് കേട്ടത്. നമുക്ക് മുൻപോട്ട് പോകാം. ദ ഗിഫ്റ്റ്സ് ഓഫ് ഗോഡ് ആർ വിതൗട്ട് റിപ്പൻറ്റൻസ്. രക്ഷയുടെ ഭദ്രത ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ ബേസ്ഡ് ആണ്. കർത്താവിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ദൈവം മാറ്റമില്ലാത്ത ദൈവമാണ്. ദൈവം നമുക്ക് നൽകുന്ന ദാനങ്ങളെ ഓർത്ത് അവൻ ഒരിക്കലും അനുദപിക്കുന്നില്ല. റോമർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 29-ാമത്തെ വാക്യം, ദൈവം തൻ്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുദപിക്കുന്നില്ലല്ലോ. അതാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. അപ്പോൾ തിരുവചനത്തിൽ അനേക ദാനങ്ങൾ ദൈവം നമുക്ക് നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്തത് റോമർക്കെഴുതിയ ലേഖനം 6:23 എഴുതിയിരിക്കുന്നത് നിത്യജീവൻ ഒരു ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഓർക്കണം, നിത്യജീവൻ നമുക്ക് ലഭിക്കുമ്പോൾ ദൈവം അതൊരു ദാനമായിട്ടാണ് തരുന്നത്. അതിനെക്കുറിച്ച് അനുദപിക്കുന്നില്ല. അതായത് ദൈവം തൻ്റെ മനസ്സ് മാറ്റുന്നില്ല. ഇംഗ്ലീഷ് ബൈബിൾ വിതൗട്ട് റിപ്പൻറ്റൻസ് എന്നാണ്. മെറ്റനോയ എന്ന് വെച്ചാൽ മനസ്സിനുള്ളൊരു മാറ്റം. ഓക്കെ. അടുത്തത് അപ്പോസ്തല പ്രവൃത്തി 10:45 പരിശുദ്ധാത്മാവെന്ന ദാനം. പരിശുദ്ധാത്മാവ് ഒരു ദാനമാണ് ദൈവം നമുക്ക് നൽകുന്നത്. എഫെസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് രക്ഷ, സാൽവേഷൻ ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. രക്ഷ ദാനമാണ്. എഫെസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ കൃപ ഒരു ദാനമാണ്. whereof I was made a minister according to the gift of the grace of God given unto me by the effectual working of his power. ആ സുവിശേഷത്തിന് ഞാൻ അവന്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ ശുശ്രൂഷക്കാരനായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന്റെ കൃപയെ ദാനമാണ്. പ്രിയമുള്ളവരെ, നിത്യജീവൻ ദാനമാണ്, പരിശുദ്ധാത്മാവ് ദാനമാണ്, രക്ഷദാനമാണ്, കൃപദാനമാണ്. ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നത് എപ്പോഴാണ്? നമ്മുടെ രക്ഷയുടെ സുവിശേഷം കേട്ട് നാം അതിൽ വിശ്വസിക്കുന്ന മാത്രം. അതായത് ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു പൂർത്തീകരിച്ച ആ പ്രവൃത്തിയിൽ ഞാൻ എൻ്റെ പൂർണ്ണ ആശ്രയം വെക്കുമ്പോൾ ആ നിമിഷം ഈ ദാനങ്ങൾ ലഭിക്കുന്നു. തിരുവചനം പറയുന്നു, ദൈവം തൻ്റെ ദാനത്തെക്കുറിച്ച് അനുദപിക്കുന്നില്ല. അതായത് ഇറ്റ് ഈസ് നോട്ട് റിവോക്കബിൾ. ദൈവം അത് തിരിച്ചെടുക്കുന്നില്ല, എടുത്തു കളയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അടുത്ത ഭാഗം നമുക്ക് വായിക്കാം. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നൊരു ചോദ്യമാണ്, അപ്പോൾ പ്രവൃത്തികൾ ചെയ്യണ്ടായോ? നല്ല പ്രവൃത്തികൾ ചെയ്യണ്ടായോ? പൗലോസ് അപ്പോസ്തലൻ തൻ്റെ വചനങ്ങളിൽ അനേക ഇടത്ത് പറയുന്നുണ്ട്, രക്ഷിക്കപ്പെട്ട വിശ്വാസി നല്ല പ്രവൃത്തികൾക്ക് വേണ്ടി എപ്പോഴും തൽപരരായിരിക്കണം. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ചില വാക്യങ്ങൾ വായിക്കാം. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 10-15 വരെയുള്ള ഒരു വാക്യം. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ.
യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കും എങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾക്ക് എന്തുണ്ട്? ദൈവസന്നിധിയിൽ പ്രതിഫലമുണ്ട്, ഇല്ലേ? എല്ലാ നല്ല പ്രവൃത്തികൾക്കും പ്രതിഫലമുണ്ട്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ പ്രിയമുള്ളവരെ, നമ്മൾ എത്ര നല്ല പ്രവൃത്തികൾ ചെയ്താലും, അഥവാ രക്ഷയുടെ കൃപയാലുള്ള രക്ഷ, ദ ഗ്രേസ് ഗോസ്പൽ നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞില്ലെങ്കിൽ വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. അപ്പോൾ ഏറ്റവും നല്ല പ്രവൃത്തി എന്താ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? മറ്റുള്ളവരോട് കൃപയുടെ സുവിശേഷം അറിയിക്കുക. മറ്റുള്ളവരെ ദൈവവചനം റൈറ്റ്ലി ഡിവൈഡ് ചെയ്ത് പഠിപ്പിക്കുക. ഇതാണ് നല്ല പ്രവൃത്തി. സ്വർണം, വെള്ളി കൊണ്ട് എല്ലാം വിലയേറിയ രത്നങ്ങൾ കൊണ്ട് ഉള്ള പണി എന്ന് പറഞ്ഞാൽ റൈറ്റ് ഡിവിഷൻ, അതാത് യുഗത്തിൽ ഉള്ള അതാത് രക്ഷാ മാർഗത്തെക്കുറിച്ച് പറയുന്നത്. അതാണ് റൈറ്റ് നല്ല പ്രവൃത്തി. ഉദാഹരണത്തിന് നോഹയുടെ ആ ഒരു യുഗത്തിൽ നോഹയോട് പറഞ്ഞ കാര്യം നോഹ പ്രസംഗിച്ചു, ഇല്ലേ? ഇന്ന് ഞാനത് പറയുക, നമുക്കൊരു പെട്ടകം പണിയാം, നമുക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടില്ലേ, നോഹയിൽ കൂടി നമുക്ക് ലഭിച്ച അരുളപ്പാട് നമുക്ക് എല്ലാവർക്കും ഒരു പെട്ടകം പണിത് നമുക്ക് രക്ഷയ്ക്കായി അതിനകത്ത് കയറി ഇരിക്കാം എന്ന് പറഞ്ഞാൽ വല്ല പ്രയോജനമുണ്ടോ? അപ്പം ഞാൻ പറയാം, അതല്ലയോ ദൈവത്തിൻ്റെ ആലോചന ഇല്ലായിരുന്നോ? ദൈവമില്ലേ അത് പറഞ്ഞ്? അതെ, പക്ഷെ അത് ആ യുഗത്തിലായിരുന്നു. പക്ഷെ ഈ യുഗത്തിൽ എന്താ? പൗലോസ് അപ്പോസ്തലനിൽ കൂടി ലഭിച്ച കർത്താവായ യേശുക്രിസ്തു നമുക്ക് നൽകിയ ആ വെളിപ്പാടനുസരിച്ച് ഉള്ള ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതാണ് ഏറ്റവും നല്ല പ്രവൃത്തി. അതിനോടൊപ്പം ബാക്കി എന്ത് നല്ല ഔദാര്യ പ്രവർത്തനങ്ങൾ എത്ര നമ്മൾ ചെയ്താലും അത് വളരെ നല്ല കാര്യമാണ്. ദൈവസന്നിധിയിൽ പ്രതിഫലം ലഭിക്കും. നമുക്ക് ഈ ഭൂമിയിൽ നല്ല സാക്ഷ്യമുണ്ടാകും. നമ്മുടെ സാക്ഷ്യത്തെക്കുറിച്ച് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഒരു വ്യക്തിയുടെ സാക്ഷ്യം നഷ്ടപ്പെട്ടു പോയാൽ ആ വ്യക്തി പിന്നെ എത്ര കറക്റ്റായ വചനം പറഞ്ഞാലും അതിനുള്ളൊരു ജനം അംഗീകരിക്കത്തില്ല, ഇല്ലേ? അതുകൊണ്ട് നല്ല സാക്ഷി നമ്മൾ പാലിക്കണം. അടുത്തത് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, രാജ്യത്തിൻ്റെ സുവിശേഷം അല്ലെങ്കിൽ യഹൂദ കൂട്ടരുടെ അവരുടെ രക്ഷ, അവരുടെ വിശ്വാസമാണ് തീയിൽ കൂടി എന്ന പോലെ ശോധന ചെയ്യുന്നത്. എന്നാൽ ഈ കൃപായുഗത്തിലുള്ള വിശ്വാസികളുടെ പ്രവൃത്തികളാണ് തീയിൽ കൂടി എന്ന പോലെ ശോധന ചെയ്യുന്നത്. നമ്മൾ 2 വാക്യം വായിക്കാം. ഒന്ന് പത്രോസ് 1:7 വാക്യം. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. അപ്പോൾ ഇത് പത്രോസ് അപ്പോസ്തലൻ ചെറിയ കൂട്ടം, അതായത് ഹീബ്രു എപ്പിസ്റ്റൽസ് എന്ന് പറയും, ഹെബ്രായർക്കെഴുതിയ ലേഖനം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള ലേഖനങ്ങൾ, ഇത് മെയിൻലി അഡ്രസ് ചെയ്തിരിക്കുന്നത്, പ്രധാനമായി ഇത് അഡ്രസ് ചെയ്തിരിക്കുന്നത് ചിതറിപ്പാർക്കുന്ന ഇസ്രായേലിൻ്റെ ഗോത്രങ്ങൾക്ക് വേണ്ടിയാണ് അത് എഴുതിയിരിക്കുന്നത്. ഇവരെ മഹോപദ്രകാലത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു കൂട്ടമാണ്. അവരുടെ വിശ്വാസം തീയിൽ കൂടി എന്ന പോലെ ശോധന, ബഹുവിധമാകുന്ന കഷ്ടങ്ങളിൽ കൂടി അവർ ഞെരുക്കപ്പെടുകയാണ്. എന്നാൽ അതിൻ്റെ മധ്യേ ഹെബ്രായർക്ക് ലേഖനം മുതൽ വെളിപ്പാട് പുസ്തകം വരെ അവരെ പ്രബോധനം നൽകുകയാണ്. വിശ്വാസത്തിൻ്റെ ഈ ശോധനയുടെ മധ്യേ പിടിച്ചു നിൽക്കുവാൻ, തള്ളിപ്പറയാതെ, സാത്താൻ്റെ മുദ്ര ഏറ്റെടുക്കാതെ ഉറച്ചു നിൽക്കാൻ വേണ്ടിയുള്ള പ്രബോധനമാണ്. അപ്പോൾ തന്നെ നോക്കി 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 3:13,
കൃപായുഗത്തിലെ വിശ്വാസിയെക്കുറിച്ചുള്ളതാണ്. നോക്കാം. ആ ദിവസം അതിനെ തെളിവാക്കും, അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്നവിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. അപ്പൊ കണ്ടോ, റാപ്ചറിന് ശേഷം, ഉൽപ്രാവനത്തിന് ശേഷം സ്വർഗസ്ഥലങ്ങളിൽ നാം കർത്താവിന്റെ സിംഹാസനത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ നാം ഓരോരുത്തരും നിൽക്കും. നാം ചെയ്തത് തീയതാകിലും നല്ലതാണെങ്കിലും സകലതിനും നാം കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യയിലെ സഭകളെ അത് ഓർപ്പിച്ചുകൊണ്ട് എഴുതുകയാണ്. നമ്മുടെ പ്രവൃത്തി ശോധന ചെയ്യുമ്പോൾ ദ ലിറ്റിൽ ഫ്ലോക്ക് ചർച്ച്, റാപ്ചറിന് ശേഷം ഉള്ള വിശ്വാസി കൂട്ടങ്ങളുടെ വിശ്വാസമാണ് ശോധന ചെയ്യപ്പെടുന്നത്. അപ്പോൾ ചില ചോദ്യങ്ങളെ കുറിച്ച് നമുക്ക് ആൻസർ ചെയ്യാം. ഈ സാൽവേഷൻ എ പ്രോസസ്? രക്ഷ ഒരു പ്രക്രിയയാണോ? അല്ല, ഒരിക്കലുമല്ല. രക്ഷ ഒരു പ്രക്രിയ അല്ല. രക്ഷ, നമുക്കൊരു വചനം വായിച്ച് കേൾക്കാം. എഫെസ്യർക്ക് ലേഖനം 1-ാം അധ്യായം 12 തൊട്ട് 14 വരെയുള്ള വാക്യം നമുക്കിവിടെ വായിക്കാം. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അപ്പോൾ നോക്കണേ, ഇവിടെ ശ്രദ്ധിക്കണം. പൗലോസ് അപ്പോസ്തലൻ നമ്മുടെ രക്ഷ, നിങ്ങളുടെ രക്ഷയുടെ സുവിശേഷം, അതായത് ജാതികൾക്ക് ഉള്ള സുവിശേഷം അല്ല, രാജ്യത്തിന്റെ സുവിശേഷം, കൃപയുടെ സുവിശേഷമാണ്. അതിൽ പ്രവൃത്തിയില്ല, വിശ്വാസം മൂലം കൃപയാലെ ക്രിസ്തു ക്രൂശിൽ പൂർത്തീകരിച്ച പ്രവൃത്തിയിലുള്ള വിശ്വാസത്താലാണ്. അപ്പോൾ അത് നാം സുവിശേഷം കേട്ട് വിശ്വസിക്കുന്ന മാത്രമേ പരിശുദ്ധാത്മാവിന്റെ ദാനം നമ്മുടെ ഹൃദയത്തിൽ അച്ചാരമായി നൽകുക. അച്ചാരം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ ഗ്യാരണ്ടി. അതായത് പൂർണ്ണവില നൽകപ്പെടും. ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നാൾ വരെയും ഉള്ളൊരു മുദ്ര നമ്മുടെ മേൽ കിടക്കുക പരിശുദ്ധാത്മാവിന്റെ. അതുപോലെ തന്നെ ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ റാപ്ചറിന്റെ ദിവസമാണ്, അതായത് ഉൽപ്രാവണത്തിന്റെ ദിവസമാണ് ശരീരത്തിന്റെ വീണ്ടെടുപ്പ്. അന്ന് വരെ പരിശുദ്ധാത്മാവിന്റെ മുദ്ര നമ്മുടെ മേലുണ്ട്. അപ്പോൾ നമ്മുടെ രക്ഷ ഒരു പ്രക്രിയയല്ല. ഇറ്റ് ഹാപ്പൻസ് അറ്റ് ദ വെരി മോമെന്റ് of placing the trust in Jesus Christ's finished work. കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ പൂർത്തീകരിച്ച പ്രവൃത്തിയിൽ നാം വിശ്വസിക്കുന്ന മാത്രമേ നമ്മുടെ രക്ഷ പൂർത്തിയാകുക. ഇറ്റ് ഈസ് നോട്ട് എ പ്രോസസ്. പ്രൈസ് ദി ലോർഡ്. അടുത്തത്, ഹൗ ഡു ഐ നോ ഇഫ് ഐ ആം സേവ്ഡ്? ഞാൻ രക്ഷിക്കപ്പെട്ടവനാണോ എന്ന് എനിക്ക് എങ്ങനെ അറിയാൻ കഴിയും? ഫീലിങ്സും എൻ്റെ തോന്നലോ എൻ്റെ വിചാരങ്ങളോ കൊണ്ട് നമുക്ക് കഴിയാൻ പറ്റുമോ? യെരമ്യാ പുസ്തകം 17:9 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷവും ഉള്ളത്, അത് ആരാഞ്ഞറിയുന്നവൻ ആര്? കണ്ടോ? അപ്പോൾ നമ്മുടെ ഹൃദയം, നമ്മുടെ ഫീലിങ്സിനെ കുറിച്ച് യെരമ്യാ പ്രവചനം എന്താ പറയുന്നത്? ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത്, അല്ലേ? അതാർക്ക് അറിയാം? അപ്പൊ എൻ്റെ ഫീലിങ്സിൽ, എൻ്റെ തോന്നലിൽ എനിക്ക് ആശ്രയിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അടുത്ത് നോക്കണം, എൻ്റെ പ്രവൃത്തികളിൽ എനിക്ക് ആശ്രയിക്കാൻ വെക്കുമോ? റോമർക്ക് എഴുതിയ ലേഖനം 6:14, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. അടുത്തത് തീത്തോസിന്റെ ലേഖനം 3:5 വായിക്കാം. അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവർത്തികളാലല്ല തന്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ 2 വാക്യങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ കൊണ്ടല്ല നാം രക്ഷിക്കപ്പെടുന്നത്. 2 തീത്തോസിന്റെ ലേഖനം 3:5 നമ്മൾ മനസ്സിലാക്കി, നാം ചെയ്യുന്ന നീതി പ്രവൃത്തികൾ കൊണ്ടല്ല നമ്മളെ ദൈവം രക്ഷിച്ചത്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ജലസ്നാനം ഒരു നീതി പ്രവൃത്തിയാണെന്ന്. അപ്പോൾ ജലസ്നാനം എടുത്തത് കൊണ്ട് ആരെങ്കിലും രക്ഷിക്കപ്പെടുമോ? ഇല്ല. ഒരു ഓർഡിനൻസും നമ്മളെ രക്ഷിക്കാൻ കഴിയുകയില്ല. അതായത് ജലസ്നാനമോ കർത്താവിന്റെ മേശയിൽ പങ്കെടുക്കുന്നത് കൊണ്ടോ അതൊന്നും നമ്മളുടെ ആത്മരക്ഷയ്ക്ക് ഇടയാകുകയില്ല. നമ്മുടെ രക്ഷയ്ക്ക് കാരണം എന്തുവാ? നമ്മുടെ വിശ്വാസം
അപ്പോൾ ലഭിക്കുന്ന ദാനം ദൈവത്തിൻ്റെ ദാനമാണ്, കൃപയാലുള്ള രക്ഷയാണ്. ഓക്കെ, അപ്പോൾ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടവനാണോ അല്ലയോ എന്ന് അറിയുന്നത്? യോഹന്നാൻ സുവിശേഷം 17 അധ്യായം 17 വാക്യം, സത്യത്താൽ അവരെ വിശദീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന്റെ വചനമാണ് നിലനിൽക്കുന്നത്. ദൈവത്തിന്റെ വചനമാണ് നമുക്ക് ആശ്രയിക്കാൻ പറ്റിയ ഒരു ഉറപ്പുള്ള കാര്യം. ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നു? റോമർക്കെഴുതിയ ലേഖനങ്ങളിലും ഒക്കെ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നുണ്ട്, ആകയാൽ വചനം എന്ത് പറയുന്നു, അതാണ് നമ്മുടെ അടിസ്ഥാനം, ദൈവവചന പ്രകാരം. അടുത്തൊരു ചോദ്യം, ഡോണ്ട് ഐ ഹാവ് ടു റിപ്പന്റ് ആൻഡ് കൺഫെസ് all my sins? എൻ്റെ സകല പാപവും നാം ഓരോന്നോരോന്നായി ഏറ്റു പറയേണ്ടതല്ലയോ? നോക്കണേ, 2 കൊരിന്ത്യർ 7 അധ്യായം അതിൻ്റെ 10 വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഫോർ ഗോഡ്ലി സോറോ വർക്കത്ത് റിപ്പൻറ്റൻസ് ടു സാൽവേഷൻ, നോട്ട് ടു ബി റിപ്പൻറ്റഡ് ഓഫ്, ബട്ട് ദ സോറോ ഓഫ് ദ വേൾഡ് വർക്കത്ത് ഡെത്ത്. ദൈവഹിത പ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു, ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. റിപ്പൻറ്റൻസ് എന്ന വാക്കിന്റെ അർത്ഥം പാപത്തിൽ നിന്ന് തിരിയുക അല്ലെങ്കിൽ പാപപ്രവൃത്തി നിർത്തുക എന്നല്ല, മറിച്ച് മെറ്റനോയ റിപ്പൻറ്റൻസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം മനസ്സിൽ ഒരു മാറ്റം. നമ്മൾ എല്ലാവർക്കും ഒരു റിപ്പൻറ്റൻസ് ആവശ്യമാണ്. ഉദാഹരണത്തിന്, ഞാൻ വിശ്വസിക്കുന്നു ഞാൻ കൈകൊണ്ട് പണിത എടുത്ത് ഒരു രൂപം നൽകിയ ഒരു ദൈവമാണ് എന്നെ രക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുക എൻ്റെ നല്ല പ്രവൃത്തികൾ കർമ്മമാർഗം കൊണ്ടാണ് അല്ലെങ്കിൽ ത്യാഗമാർഗം കൊണ്ടാണ് ഒരുവൻ മോക്ഷം പ്രാപിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എങ്കിൽ, എനിക്ക് ക്രിസ്തുവിൽ മുഖാന്തരം ഒരു രക്ഷ വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ മനസ്സിനൊരു മാറ്റം വരണം. അയ്യോ, ഞാൻ സൃഷ്ടിച്ച ഒരു ദേവീദേവൻ ഒരു രൂപം കൊണ്ടല്ല, എനിക്ക് എൻ്റെ കർമ്മമാർഗം കൊണ്ട് എനിക്ക് രക്ഷ നേടാൻ കഴിയുകയില്ല, എൻ്റെ ത്യാഗ ജീവിതം കൊണ്ട് എനിക്ക് രക്ഷ നേടാൻ കഴിയത്തില്ല. രക്ഷ യേശു ക്രിസ്തു ക്രൂശിൽ പൂർത്തീകരിച്ച ആ പുണ്യയാഗത്തിൽ ഉള്ള എൻ്റെ പൂർണ്ണ വിശ്വാസത്തിലാണ് രക്ഷ എന്ന് എനിക്കൊരു റിപ്പൻറ്റൻസ് വേണം, എന്ന് എൻ്റെ മനസ്സിലൊരു മാറ്റം വരണം. അതാണ് റിപ്പൻറ്റൻസ്. ഓക്കെ, നോക്കണേ, 2 തിമോത്തിയർക്കെഴുതിയ ലേഖനം 2 അധ്യായം 25 വാക്യത്തിൽ നോക്കണേ, ഇൻ മീക്ക്നെസ് ഇൻസ്ട്രക്ടിങ് ദോസ് ദാറ്റ് ഒപ്പോസ് themselves, if God peradventure will give them repentance to acknowledging of the truth. അപ്പോൾ ഇവിടെ റിപ്പൻറ്റൻസ് എന്ന് വെച്ചാൽ, മാനസാന്തരം എന്ന് വെച്ചാൽ സത്യത്തെ കൈക്കൊള്ളുന്നത് അല്ലെങ്കിൽ സത്യത്തെ സ്വീകരിക്കുന്നതാണ് മാനസാന്തരം. നമുക്ക് അത് മലയാളത്തിൽ വായിച്ചു. വിരോധികൾക്ക് ദൈവം സത്യത്തിന്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും, പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകിയാൽ അവർ സുബോധം പ്രാപിച്ച് അവന്റെ കണ്ണിൽ നിന്നൊഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്നും വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ റിപ്പൻറ്റൻസ് കണ്ടോ, സത്യത്തെ അംഗീകരിക്കുന്നത്. യോനയുടെ സുവിശേഷ ലേഖനത്തിൽ നമുക്ക് അറിയാൻ കഴിയും, റിപ്പൻറ്റൻസ് ഈസ് എ വർക്ക്. റിപ്പൻറ്റൻസ് എന്താ? ഒരു പ്രവൃത്തിയാ. തിരുവചനത്തിൽ നമ്മൾ വായിച്ചു, പ്രവൃത്തി കൊണ്ടല്ല രക്ഷ, ഇല്ലേ? യെരമ്യാ പുസ്തകം 26:13, യോയേൽ 2:13, 1 ദിനവൃത്താന്തം 21:15, ഇവിടൊക്കെയും ദൈവം ആണ് റിപ്പൻറ്റ് ചെയ്യുന്നത്. ദൈവം മാനസാന്തരപ്പെടുകയാണ്. അതായത് ദൈവം എന്ത് ശിക്ഷാവിധി ജനത്തിന് നൽകാൻ ആഗ്രഹിച്ചോ അതിൽ നിന്ന് ദൈവം തന്നെ തൻ്റെ മനസ്സിനെ മാറ്റുകയാണ്, റിപ്പൻറ്റ് ചെയ്യുക. അപ്പോൾ റിപ്പൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ പാപം നിർത്തുന്നതോ പാപപ്രവൃത്തിയിൽ നിന്ന് തിരിയുന്നതോ അല്ല, മറിച്ച് മനസ്സിന് ഒരു മാറ്റം. ഇനി എല്ലാ പാപങ്ങളും നമുക്ക് ഏറ്റുപറയാൻ കഴിയുമോ? ദാനിയേൽ പ്രവചനം 9 അധ്യായം 1 തൊട്ട് 19 വരെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് വായിക്കാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. ദാനിയേൽ പ്രവാചകൻ തൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞും തൻ്റെ
ജനത്തിൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, ഇസ്രായേലിലെ എല്ലാവരുടെയും പാപം ചെയ്ത ആൾക്കാർ ചെയ്ത പാപത്തിൻ്റെ ലിസ്റ്റ് വെച്ച് ദാനിയേൽ ഓരോന്നും ഏറ്റേറ്റ് പറയുവാണ്? അല്ല. ലേവ്യ പുസ്തകം 16:21 അഹരോൻ എന്താണ് ചെയ്യുന്നത്? 2 കൈയും ആടിൻ്റെ തലയിൽ കൈവച്ചിട്ട് ഇസ്രായേലിലെ എല്ലാ പാപങ്ങളെയും ഏറ്റു പറയുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? അഹരോൻ ഇസ്രായേലിലെ പോപ്പുലേഷൻ ഓരോ വ്യക്തിയുടെയും ചെയ്ത പാപങ്ങളെല്ലാത്തിനെയും ലിസ്റ്റ് വായിച്ച് ദൈവത്തോട് കേൾപ്പിക്കുകയാണോ? അല്ല. മറിച്ച് കൺഫെഷൻ എന്ന്, പാപമേറ്റ് പറയുക എന്ന് പറഞ്ഞാൽ താഴ്മയോടുകൂടി നമ്മൾ അംഗീകരിക്കുക, ദൈവമേ ഞാനൊരു പാപിയാണ്, എനിക്ക് എന്നെ തന്നെ രക്ഷിക്കാൻ കഴിയുകയില്ല, എനിക്ക് നിന്റെ സഹായം വേണം, നീ ക്രൂശിൽ നിവർത്തിച്ച ആ പ്രവൃത്തിയിൽ ഞാൻ ആശ്രയിക്കുന്ന കർത്താവേ എന്ന് താഴ്മയോടുകൂടി നമ്മളെ സബ്മിറ്റ് ചെയ്യുന്നതാണ് കൺഫെഷൻ. അടുത്തതായിട്ട്, ദൈവം ചിലരെ രക്ഷയ്ക്കായി തിരഞ്ഞെടുക്കുമോ? Will God elect some people for salvation? നമുക്ക് ഇവിടെ ഉള്ള വാക്യം വായിക്കാം. ചിലരെ രക്ഷയിലേക്കും ചിലരെ നിത്യശിക്ഷയിലേക്കും ദൈവം തിരഞ്ഞെടുക്കുന്നില്ല. തിരഞ്ഞെടുപ്പ് എന്നത് ബൈബിളിൽ സേവനത്തിനായി തിരഞ്ഞെടുക്കപ്പെടുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. കൃപയുടെ സുവിശേഷത്തിൽ വിശ്വസിക്കാനോ നിരസിക്കാനോ മനുഷ്യന് സ്വതന്ത്ര ഇച്ഛാശക്തി ഉണ്ടെന്ന് തിരുവെഴുത്ത് വ്യക്തമായി പഠിപ്പിക്കുന്നു. ഇലക്ഷൻ, തിരുവചനത്തിൽ ഇലക്ഷൻ എപ്പോഴും ഒരു സർവീസിനോട് ലിങ്ക്ഡ് ആണ്. യെശയ്യാ 42:1 പറയും, ബിഹോൾഡ് മൈ സെർവന്റ് whom I uphold, mine elect in whom my soul delighteth. അപ്പോൾ ഇവിടെ ഇലക്ട് ആരാ? ദൈവത്തിൻ്റെ ദാസനാണ്, ഇല്ലേ? സേവനത്തിന് വേണ്ടിയാണ്. യെശയ്യാ 65:9 and my elect shall inherit and my servants shall dwell there. അപ്പോൾ ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടവരാരാ? ദൈവത്തിൻ്റെ ദാസന്മാരാണ്. ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നൊരു വാക്യമാണ് റോമർക്കെഴുതിയ ലേഖനം 9-ാം അതിൻ്റെ 11-ാമത്തെ വാക്യം. അതിങ്ങനെയാണ്, ഫോർ ദ ചിൽഡ്രൻ ബീയിങ് നോട്ട് യെറ്റ് ബോൺ, ഇത് neither having done any good or evil, that the purpose of God according to election might stand, not of works, but of him that calleth. It was said unto her, the elder shall serve the younger. അപ്പൊ ഇവിടെ ഇലക്ഷൻ എന്തിനാ? സേവനത്തിനാണ്, അല്ലേ? നമുക്കൊന്ന് വായിച്ചു നോക്കാം. കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവൃത്തികൾ നിമിത്തമല്ല, വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന് മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് അവളോട് അരുളി ചെയ്തു. കണ്ടോ, ഇവിടെ തിരഞ്ഞെടുപ്പ് എന്തിനെ സംബന്ധിച്ചുള്ളതാണ്? സേവനത്തെ സംബന്ധിച്ചുള്ളതാണ്. തിരഞ്ഞെടുപ്പ് ഒരിക്കലും രക്ഷയെ സംബന്ധിച്ചല്ല. അടുത്ത കാര്യം, ഡസ് ഗോഡ് ഡെസ്റ്റിനേറ്റ് പീപ്പിൾ ഫോർ സാൽവേഷൻ? ദൈവം ആളുകളെ രക്ഷയ്ക്കായി മുൻകൂട്ടി നിശ്ചയിക്കുന്നുണ്ടോ? നമുക്കതിനെക്കുറിച്ച് ഒന്ന് വായിക്കാം. വിശ്വാസികളെ ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്നത് രക്ഷയ്ക്കല്ല, ദത്തെടുക്കലിനാണ്. കൃപയുടെ കാലഘട്ടത്തിൽ എല്ലാ വിശ്വാസികളും യേശുക്രിസ്തുവിൻ്റേതുപോലുള്ള പുതിയ ശരീരം സ്വീകരിക്കുന്ന ഉൽപ്രാപണത്തിൽ പങ്കെടുക്കാൻ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. കൃപയുടെ സുവിശേഷത്തിൽ വിശ്വസിക്കാനോ നിരസിക്കാനോ ദൈവം മനുഷ്യന് സ്വതന്ത്ര ഇച്ഛാശക്തി നൽകിയിട്ടുണ്ട്. ദൈവം ആ ഒരു ഫ്രീ വിൽ എല്ലാവർക്കും നൽകിയിരിക്കുക, ഇല്ലേ? നമുക്ക് സുവിശേഷം കേൾക്കുമ്പോൾ നിർബന്ധത്താലല്ല, നമ്മൾ അത് വിശ്വസിച്ചാൽ നമുക്കത് നിത്യജീവനുള്ള ഇടയാകും. നമുക്കത് തിരസ്കരിക്കാനും ഉള്ള ഇച്ഛാശക്തി ദൈവം നൽകിയിട്ടുണ്ട്, ദ ഫ്രീ വിൽ, റൈറ്റ്? അപ്പൊ എഫേസ്യർക്കെഴുതിയ ലേഖനം 1:5, having predestinated us unto the adoption of children by Jesus Christ to himself according to the good pleasure of his will. അപ്പോൾ
എഫേസ്യർക്കെഴുതിയ ലേഖനം 1:5 നമ്മൾ വായിച്ചു, വിശ്വാസികളെ എന്ത് ചെയ്തിരിക്കുക? മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുക. എന്തിന്? ദത്തെടുപ്പിനായിട്ട്. അപ്പോൾ ഈ ദത്തെടുപ്പിന്റെ അർത്ഥം എന്തുവാണെന്ന് റോമർക്കെഴുതിയ ലേഖനം 8-23 വാക്യത്തിൽ പറയുന്നുണ്ട്. നമുക്ക് മലയാളത്തിൽ അത് വായിച്ചു കേൾക്കാം. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദത്തെടുപ്പ് എന്നാണ് അതിന്റെ അർത്ഥം? പുത്രത്വത്തിന്റെ ആത്മാവിന് വേണ്ടി നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ആണ് അഡോപ്ഷൻ. അഡോപ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കാം. 8:23. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എഫേസ്യർ 1:5 എന്തായിരുന്നു? അഡോപ്ഷൻ ഓഫ് ചിൽഡ്രൻ ബൈ ജീസസ് ക്രൈസ്റ്റ് ടു ഹിംസെൽഫ്. റോമർ 8:23 എന്തുവാ? പുത്രത്വത്തിന്റെ ആ അഡോപ്ഷൻ എന്ന് പറഞ്ഞാൽ, ദത്തെടുപ്പ് എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പാണ്. അപ്പോൾ ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പിനെ കുറിച്ച് റോമർക്കെഴുതിയ ലേഖനം 8:29 നമുക്കൊന്ന് വായിക്കാം. വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങളാണ് ഈ കാര്യങ്ങൾ, നമ്മൾ അത് മനസ്സിലാക്കണം. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചും ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, നമ്മളെ എന്തിനാണ് ഓരോ ബിലീവർ, ഗ്രേസ് ബിലീവറിനെ എന്തിനാണ് മുൻ നിയമിച്ചിരിക്കുന്നത്? പുത്രനെ പോലെ ആയി തീരുവാൻ. 8:23 നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പാണ് പുത്രത്വത്തിന്റെ ആത്മാവ്. ഇനി നമുക്ക് റോമർക്കെഴുതിയ ലേഖനം 8:30 വാക്യം വായിക്കാം. മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ഓരോ സ്റ്റെപ്പ്, അതായത് പ്രീഡെസ്റ്റിനേഷൻ, എങ്ങനെയാണ് നമ്മളെ വിളിക്കുന്നത്? കർത്താവ് ഈ ദിവസങ്ങളിൽ സുവിശേഷത്താലാണ് വിളിക്കുന്നത്, ഇല്ലേ? തീത്തോസിന്റെ ലേഖനം 2:11 പറഞ്ഞു, ഫോർ ദ ഗ്രേസ് ഓഫ് ഗോഡ് ദാറ്റ് ബ്രിങ്ങത്ത് സാൽവേഷൻ ഹാത്ത് അപ്പിയർഡ് ടു ഓൾ മെൻ. സകലർക്കും അത് നമുക്ക് വായിക്കാം. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്നു എല്ലാവരും രക്ഷിക്കപ്പെട്ട് ഈ സത്യത്തിന്റെ ജ്ഞാനത്തിലേക്കും അറിവിലേക്കും വരണം എന്നാണ് തിമോഥെയോസ് ലേഖനം 1:2-4 പറയുന്നത്. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. അപ്പോൾ ദൈവം ചിലരെ രക്ഷയ്ക്കായും ചിലരെ നിത്യനാശത്തിനായും തിരഞ്ഞെടുക്കുന്നില്ല. ദൈവത്തിന്റെ ആഗ്രഹം എന്തുവാ? എല്ലാവരും രക്ഷിക്കപ്പെടണം എന്നാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, പ്രീഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ പ്രിയമുള്ളവരെ? പുത്രത്വത്തിന്റെ ആ ദത്തെടുപ്പിന്റെ ദിവസത്തിനായി നമ്മളെ എന്ത് ചെയ്തിരിക്കുക? മുൻ നിയമിച്ചിരിക്കുക. അപ്പോൾ ദത്തെടുക്കുന്നത് എന്ന് വെച്ചാൽ നാം ക്രിസ്തുവിനെ പോലെ അനുരൂപരായി തീർന്നു. അതുപോലൊരു ശരീരം നമുക്ക് ലഭിക്കുകയാണ്. അതാണ് ശരീരത്തിന്റെ വീണ്ടെടുപ്പിന്റെ ദിവസം. അതെന്തുവാണ്? അത് റാപ്ചറാണ്, ഇല്ലേ? 1 തെസ്സലോനിയർ 4:16 തൊട്ടുള്ള വാക്യങ്ങളിൽ മുൻപേ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടുകൂടി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ എഴുന്നേൽക്കും, അല്ലേ? ശേഷം ജീവനോടിരിക്കുന്ന നാമോ, ക്രിസ്തുവിൽ ജീവനോടിരിക്കുന്ന നാമോ രൂപാന്തരം പ്രാപിക്കും. അപ്പോൾ ഈ വാക്യത്തിന്റെ ഈ ഒരു വാക്യങ്ങളുടെ ആ ഒരു ശക്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ? നമ്മൾ ഓരോരുത്തരെയും കർത്താവ് റാപ്ചറിൽ പങ്കാളിയാകുവാൻ ദൈവം മുൻ നിയമിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ രക്ഷ നഷ്ടപ്പെടുമോ? ഇല്ല. പ്രൈസ്. അടുത്തത്, വാട്ട് അബൌട്ട് സാങ്ക്ടിഫിക്കേഷൻ? വിശുദ്ധീകരണം എന്നാൽ എന്തിനെ സൂചിപ്പിക്കുന്നു? വിശുദ്ധീകരണം, നമുക്കൊരു വാക്യം നമുക്കറിയാം, എപ്പോഴും കേൾക്കുന്ന, ബി ഹോളി ബിക്കോസ് ഐ ആം ഹോളി. ബി ഹോളി ബിക്കോസ് യുവർ ഗോഡ് ഈസ് ഹോളി. ഹോളിനെസ് എന്ന് വെച്ചാൽ
വേർപെട്ടവനാണ്. നമ്മുടെ ദൈവം മറ്റുള്ള ദേവന്മാരെ പോലല്ല, ഇല്ലേ? ഹീസ് എ സെപ്പറേറ്റഡ് ഗോഡ്. ഹീസ് നോട്ട് ലൈക്ക് എനി അതർ ഗോഡ്. നമ്മുടെ ദൈവത്തിന് തുല്യനായി വേറെ ആരുമില്ല, ഇല്ലേ? സെപ്പറേറ്റഡാ. ദൈവത്തിൽ പാപമുണ്ടോ? ഇല്ല. കാരണം ദൈവം ദൈവമാണ്. അവൻ പാപം ചെയ്യാൻ കഴിയുകയില്ല. അവൻ പാപം അറിയാത്തവൻ. നമുക്ക് വേണ്ടി, നമ്മുടെ പാപികളായ നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി പാപമില്ലാത്തവനെ അവൻ പാപമാക്കി തീർക്കുകയാണ്, ഇല്ലേ? ദൈവത്തിൽ ഒരു പാപവുമില്ല. ദൈവത്തിന് പാപം ചെയ്യാനും കഴിയുകയില്ല. അപ്പോൾ ഹോളിനെസ് എന്ന് വെച്ചാൽ സിൻലെസ്നെസ് അല്ല, മറിച്ച് സെപ്പറേഷനാണ്. അതായത് വേർപാട്. മറ്റുള്ളവരെ പോലെ അല്ല. നമ്മുടെ ദൈവം മറ്റുള്ള ദൈവങ്ങളെ പോലെ അല്ല. യോഹന്നാൻ സുവിശേഷം 17:19 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തു തന്നെത്താൻ വിശുദ്ധീകരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെത്താൻ സെപ്പറേറ്റ് ചെയ്യുക, വേർതിരിക്കുകയാണ്, ഇല്ലേ? അല്ലാതെ കർത്താവ് തന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കുകയല്ല, ഇല്ലേ? 17-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവവചനമാണ് നമ്മളെ സാങ്ക്ടിഫൈ ചെയ്യുന്നത്. നമ്മുടെ രക്ഷയുടെ സുവിശേഷമാകുന്ന കൃപയുടെ സുവിശേഷം കേൾക്കുന്ന മാത്രമേ പിതാവായ ദൈവം നമ്മളെ ആദാമിൽ നിന്ന് എടുത്ത് തൻ്റെ പുത്രന്റെ വെളിച്ചത്തിന്റെ രാജ്യത്തിലേക്ക് ആക്കി വെക്കുക. ഇതാ വചനത്താലാണ് സാങ്ക്ടിഫിക്കേഷൻ, വേർപാട് വരുന്നത്. അടുത്തത് നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 30-31 വാക്യം വരെയുള്ള വാക്യം. നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ആകേണ്ടതിന് തന്നെ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളോ അവനാൽ ക്രിസ്തുവിൽ ആയിരിക്കുന്നു. പിതാവായ ദൈവം താൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുക? ക്രിസ്തുവിലായിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ജ്ഞാനത്തിലല്ല ഞാൻ ആശ്രയിക്കുന്നത്, മറിച്ച് ക്രിസ്തു എനിക്ക് ജ്ഞാനമായി മാറുകയാണ്. ഞാൻ എൻ്റെ നീതിപ്രവൃത്തിയിലല്ല ആശ്രയിക്കുന്നത്, മറിച്ച് ക്രിസ്തു തന്നെ എൻ്റെ നീതിയായി മാറുകയാണ്. എൻ്റെ വേർപാട്, എൻ്റെ ശുദ്ധീകരണം എൻ്റെ പ്രവൃത്തിയിലല്ല ഞാൻ ആശ്രയിക്കുന്നത്, മറിച്ച് ക്രിസ്തു തന്നെ എൻ്റെ ശുദ്ധീകരണമായി മാറുകയാണ്. എൻ്റെ വീണ്ടെടുപ്പ് എൻ്റെ പ്രവൃത്തി കൊണ്ടല്ല, മറിച്ച് കർത്താവ് തന്നെ എൻ്റെ വീണ്ടെടുപ്പായി മാറുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, പ്രശംസിക്കുന്നവൻ ആരിൽ പ്രശംസിക്കുന്നവനും ക്രിസ്തുവിൽ പ്രശംസിക്കട്ടെ, ദൈവത്തിൽ പ്രശംസിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് ദൈവസന്നിധിയിൽ പുകഴുവാൻ ഒന്നുമില്ല, ഇന്നുമില്ല, അന്നും. ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ അന്നും ഒന്നും കാണുകയില്ല എനിക്ക് പ്രശംസിക്കുവാൻ. എനിക്ക് പ്രശംസിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ പൂർത്തീകരിച്ച ആ പ്രവൃത്തിയിൽ മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് അടുത്ത കാര്യം, എങ്കിൽ എൻ്റെ രക്ഷ നഷ്ടപ്പെടുമോ? ക്രിസ്തുവിനെ ഞാൻ തള്ളിക്കളഞ്ഞാലോ തള്ളിപ്പറഞ്ഞാലോ എൻ്റെ രക്ഷ നഷ്ടപ്പെടുമോ? ഗ്രേസ് ബിലീവർ ഒരു പ്രാവശ്യം രക്ഷിക്കപ്പെട്ട് സത്യവചനം കേട്ടു, ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ വന്നു, ആ സാഹചര്യങ്ങൾ ഒരു പിന്മാറ്റമോ അല്ലെങ്കിൽ കർത്താവിനെ തള്ളിപ്പറയേണ്ടി വന്നാൽ ആ വ്യക്തിയുടെ രക്ഷ നഷ്ടപ്പെടുമോ? നമുക്ക് 2 തിമോത്തിയോസ് 2:12-13 വാക്യം നമുക്ക് വായിക്കാം. നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. പ്രൈസ് ദി ലോർഡ്. പൗലോസ് അപ്പോസ്തലൻ പറയുക, ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. എന്താണ്? നാളെ ഞാനിപ്പോ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയിൽ ആശ്രയിച്ച് പൂർണ്ണ രക്ഷ പ്രാപിച്ചൊരു വ്യക്തി എൻ്റെ ജീവിത സാഹചര്യത്തിന്റെ മധ്യേ ഞാൻ പെറുപെറുത്ത് ഞാൻ ദൈവത്തെ തള്ളിപ്പറഞ്ഞാൽ പോലും എൻ്റെ
പ്രതിഫലങ്ങൾ നഷ്ടമായെന്ന് വരാം, പക്ഷെ എൻ്റെ രക്ഷ ഒരിക്കലും നഷ്ടമാകത്തില്ല. നാം അവിശ്വാസി ആയാലും അവൻ വിശ്വസ്തനായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് രക്ഷയുടെ ഉറപ്പ്. കാരണം രക്ഷ ഒരിക്കലും ഒരു പ്രക്രിയയല്ല, ഒരു പ്രോസസ്സല്ല. പ്രൈസ് ദി ലോർഡ്. മറിച്ച് നാം നമ്മുടെ രക്ഷയുടെ വചനം കേട്ടതിൽ വിശ്വസിക്കുന്ന മാത്രമേ നമ്മുടെ രക്ഷ പൂർത്തീകരിക്കുകയാണ്. ഇല്ലേ? റോമർക്കെഴുതിയ 8:35, 38, 39 വാക്യം നമുക്ക് വായിക്കാം. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാര്? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ, മരണത്തിനോ, ജീവനോ, ദൂതന്മാർക്കോ, വാഴ്ചകൾക്കോ, അധികാരങ്ങൾക്കോ, ഇപ്പോഴുള്ളതിനോ, വരുവാനുള്ളതിനോ, ഉയരത്തിനോ, ആഴത്തിനോ, മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ഉറപ്പ് ഓരോ ഗ്രേസ് ഏജ് ബിലീവറിനും ഉണ്ടായിരിക്കണം. ഈ ഒരു ഉറപ്പുണ്ടായിരിക്കണം. ഇപ്പോഴുള്ളതോ അതോ ഇനിയും വരാനുള്ളതോ, ഈ ഭൂമിയിലുള്ളതോ ദൃശ്യമായതോ അദൃശ്യമായതോ, ഒരു ശക്തിക്കും നമ്മളെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപിരിക്കാൻ കഴിയുകയില്ല എന്നുള്ള ഉറപ്പ് നമ്മൾ ഓരോരുത്തരും ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എഫേസ്യർക്കെഴുതിയ ലേഖനം 4:30 വായിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ഒരു വാക്യമാണ്. വീണ്ടെടുപ്പിന്റെ നാൾ ഏതാണെന്ന് നമ്മൾ മുമ്പ് ചിന്തിച്ചു. ഏതാ? സഭയുടെ, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ഉൾപ്രാവണത്തിന്റെ ദിവസമാണ്. അന്ന് വരെയും നമ്മൾ എന്ത് ചെയ്തിരിക്കുക? പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ദുഃഖിക്കുന്നത്? കാരണം എന്താണെന്നറിയാമോ? ആ പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ടൊരിക്കലും പോകുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ പല പ്രവൃത്തികൾ, പല കാര്യങ്ങൾ വന്നെന്ന് വരാം, ഇല്ലേ? എന്നാലും പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ദുഃഖിക്കുക, എന്നാൽ വിട്ടു പോകുന്നില്ല, ഇല്ലേ? പഴയ നിയമത്തിൽ അങ്ങനല്ലായിരുന്നു കാര്യങ്ങൾ. ശൗലിന്റെ വഴികൾ തെറ്റായിപ്പോയപ്പോൾ ദൈവം തൻ്റെ ആത്മാവിനെ ശൗലിൽ നിന്ന് എടുത്തു മാറ്റി, ഇല്ലേ? എന്നാൽ അങ്ങനെയല്ല കൃപയുടെ യുഗത്തിൽ. പ്രിയമുള്ളവരെ, നമ്മൾ ഈ നല്ല അവസരം കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി തുറന്നു തന്ന ഈ വാതിൽ, ഈ കൃപയുടെ വാതിൽ, നമുക്ക് സത്യവചനത്തെ വേർതിരിച്ച് പഠിച്ച് നമ്മുടെ ജാതികളായ നമുക്കുള്ള ആ രക്ഷയുടെ സുവിശേഷത്തെ നമ്മൾ മനസ്സിലാക്കി കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വാസത്തോടുകൂടി, പൂർണ്ണ ഹൃദയത്തോടുകൂടി വിശ്വസിച്ചോട് നമുക്ക് മുന്നേറാം. ദൈവം നമ്മളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ചോദ്യങ്ങളുണ്ടെങ്കിൽ ഇമെയിൽ അയക്കുക. secure secure IJC@gmail.com. ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.